ഹലോ ഫ്രണ്ട്സ്, ചെമ്മനീർ പൂവിൻ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പറയാൻ പോകുന്നത് സച്ചിയും രേവതിയും തമ്മിൽ ഇപ്പോൾ ഒരു ചെറിയ പിണക്കത്തിലൊക്കെ ആണല്ലോ. അതേസമയം ശരത്തിനെ എന്തിനാണ് തല്ലിയെന്നുള്ള കാര്യം പറയാൻ പോവാണ് കേട്ടോ രവിയോട് സച്ചി. ഇത് ഒളിച്ച് നിന്ന് ശ്രദ്ധിക്കുകയാണ് നമ്മുടെ രേവതി. അങ്ങനെയാകുമ്പം സച്ചി ഫോണൊക്കെ അവിടെ വെച്ചിട്ട് പോകുന്നുണ്ട്. രേവതിയാണെങ്കിൽ ആ പുറകെ പോയിട്ട് ആ ഫോണൊക്കെ എടുത്തിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. ആ വിശേഷങ്ങളിലേക്കൊക്കെയാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ സച്ചി പറയുന്നുണ്ട്, എനിക്ക് ആരെയും ബോധിപ്പിക്കാൻ പറ്റില്ല. ഞാൻ എന്തെങ്കിലും കാരണം ഉണ്ടായിട്ടായിരിക്കും അവനെ തല്ലിയത്. അതിപ്പോൾ എല്ലാവരോടും പറഞ്ഞ് ബോധിപ്പിക്കാനൊന്നും എനിക്ക് പറ്റില്ല എന്ന് പറയാണ് രവിയോട്. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, അതെന്താ സച്ചി നീ അങ്ങനെ പറയുന്നത്? നീ ഒരു കാര്യമില്ലാതെ അവനെ തല്ലേണ്ട കാര്യമുണ്ടോ? രേവതിയുടെയൊക്കെ മനസ്സ് എന്തുമാത്രം വിഷമിച്ചിട്ടുണ്ടെന്ന് നിനക്കറിയോ? അതുപോലെ തന്നെ രേവതിയുടെ അമ്മയും അവരൊക്കെ നിന്നെയും ഒരു മകനെ പോലെ തന്നെയല്ലേ കാണുന്നത്. ഇനിയിപ്പോൾ അഥവാ ശരത്ത് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനിങ്ങനെ കൈയൊക്കെ ഒടിക്കുകയാണോ ചെയ്യേണ്ടത്? നീ കാര്യങ്ങൾ പറഞ്ഞ് അവനെ മനസ്സിലാക്കണ്ടേ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും സച്ചി പറയാണ്, പിന്നെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. എനിക്കപ്പം നല്ല തല്ല് കൊടുക്കാനാണ് തോന്നിയത്. അവനെ കൈ പിടിച്ച് ഓടിക്കാൻ തന്നെയാണ് തോന്നിയത്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു. ഇനിയിപ്പം ഞാൻ ആരെ ബോധ്യപ്പെടുത്തണം? അപ്പോൾ ഉടനെ തന്നെ രവി പറയാണ്, നിൻ്റെ ഈ മുൻകോപം കൊണ്ടാണ് ഈ പ്രശ്നമൊക്കെ ഉണ്ടാകുന്ന സച്ചി. നിൻ്റെ ഈ ദേഷ്യവും മുൻകോപമൊക്കെ നീ കുറയ്ക്ക് എന്ന് പറയണം. അപ്പോൾ സച്ചി പറയാണ്, ഓരോരുത്തരൊക്കെ കാരണം തിരക്കി ഇറങ്ങിയിരിക്കുകയാണ്. ഞാൻ എന്തിനാണ് അനിയനെ തല്ലിയതെന്നുള്ളത്. അതെനിക്കിഷ്ടം ഉണ്ടായിട്ട് തല്ലി. അതിപ്പോൾ ആരെ ബോധിപ്പിക്കാൻ എനിക്ക് സാധ്യമല്ല. ഇനി ഞാൻ മദ്യപിച്ചിട്ടുണ്ടായിരുന്നെന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയാം. അപ്പോൾ രവീന്ദ്രനാണേലും ആകെപ്പാടെ അങ്ങ് വിഷമാവുകയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ചന്ദ്രയ്ക്ക് നല്ല സന്തോഷമാവുകയാണ്. ചന്ദ്ര ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക, എന്തായാലും നല്ലൊരു പണി കിട്ടി. ആ രേവതിയും സച്ചിയും കൂടെ ഉടക്കിയില്ലേ, ഇനിയിപ്പോൾ എനിക്ക് സന്തോഷിക്കാനുള്ള വകയൊക്കെ ആയി എന്നിങ്ങനെ വിചാരിക്കുകയാണ്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴേക്കും രേവതി മനസ്സിൽ വിചാരിക്കുക, മുറിയിൽ ചെന്ന് കരഞ്ഞുകൊണ്ട്, എന്തിനാണാവോ സച്ചേട്ടൻ ഇങ്ങനെ ചെയ്തത്? എന്തിനാ ശരത്തിനെ ഇങ്ങനെ? അവൻ പഠിക്കുന്ന ഒരു കുട്ടിയല്ലേ. അവനെന്തെങ്കിലും തെറ്റ് ചെയ്താൽ തന്നെ ഇങ്ങനെയാണോ കാണിക്കേണ്ടത് സച്ചേട്ടൻ? എന്ത് കഷ്ടമായി. അവൻ്റെ കൈയൊക്കെ ഒടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്കും ഒക്കെ എന്തുമാത്രം വിഷമായി. രേണുവും അമ്മയും ഒക്കെ ഒരുപാട് കരഞ്ഞു. അമ്മയൊക്കെ ആണേലും ഇപ്പോൾ തെറ്റിദ്ധരിച്ചിരിക്കുക. സ്വന്തം മകനെ പോലെ കണ്ടതാ സച്ചേട്ടനെ. പിന്നെ എന്തിനവനെ അങ്ങനെ ചെയ്തു? എന്തെങ്കിലും കാരണമില്ലാതെ സച്ചേട്ടൻ അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. പക്ഷേ കാരണം എന്താണെന്നുണ്ട് സച്ചേട്ടൻ പറയുന്നുമില്ല. എന്തായിരിക്കും കാരണം? ഇനിയിപ്പം വെറുതെ ചെയ്താണോ ദേഷ്യത്തിൻ്റെ പുറത്ത് എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കണം. അതേസമയം സച്ചി റൂമിൽ വരികയാണ്. അപ്പോൾ രേവതിയും റൂമിലേക്ക് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് രേവതി ചോദിക്കുകയാണ്, സച്ചേട്ടാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ? അപ്പോൾ സച്ചി പറയാണ്, എന്തിനാണ് അവനെ തല്ലിയെന്നാണോ അവൻ്റെ കൈ ഒടിച്ചത് എന്തിനാണെന്നാണോ ചോദിക്കാൻ വരുന്നതെങ്കിൽ എന്നോട് നീ ചോദിക്കണ്ട. അപ്പോൾ രേവതി പറയുന്നുണ്ട്, അത് തന്നെയാണ് ചോദിക്കാൻ വന്നത്. കാര്യമൊന്നുമില്ലാതെ സച്ചിയേട്ടൻ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ സച്ചിയേട്ടൻ്റെ മുൻകോപം കാരണം ഇങ്ങനെയൊക്കെ ചെയ്യുമെന്നും എനിക്കറിയാം. ഇതിപ്പോൾ എന്ത് കാര്യത്തിൻ്റെ പുറത്താണ് അവൻ്റെ കൈ ഓടിച്ചത്? ഇനി അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്താലും അവൻ കൊച്ചല്ലേ, അവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയല്ലേ ചെയ്യേണ്ടത് സച്ചിയേട്ടൻ. അപ്പോൾ സച്ചി പറയാണ്, എൻ്റെ മുൻകോപം കൊണ്ടുണ്ടായതാണെന്നേ, ഞാനത് പറഞ്ഞല്ലോ. ഇനി എന്നെ ആരും ചോദ്യം ചെയ്യാനും അന്വേഷിക്കാനും ഒന്നും വരണ്ട എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അതേസമയം സച്ചി ബാത്റൂമിലേക്ക് കയറി പോവാണ്. അപ്പോൾ പെട്ടെന്ന് രേവതി സച്ചിയോട് പറയുന്നുണ്ട്, പോയിക്കോ, ഞാനെന്ത് പറഞ്ഞാലും അംഗീകരിക്കാൻ നിൽക്കണ്ട കേട്ടോ. അല്ലെങ്കിലും ബാക്കിയുള്ളവരുടെ മനസ്സിൽ തീ കോരിയിട്ടാണല്ലോ സച്ചിയേട്ടൻ്റെ ശീലം എന്നൊക്കെ പറയാണ്. അതൊക്കെ കഴിഞ്ഞ് സച്ചി ബാത്റൂമിൽ നിന്ന് കഴിഞ്ഞ് ആലോചിക്കുന്നുണ്ട്, അവളോട് സത്യം പറഞ്ഞാലോ, രേവതിയോട് പറഞ്ഞാലോ എന്താണ് ശരത്ത് ചെയ്തതെന്നുള്ള കാര്യം? അവൻ ആൻ്റണിയുമായിട്ടുള്ള അവൻ്റെ കൂട്ടുകെട്ടും അതുപോലെ തന്നെ അമ്മയുടെ കയ്യിൽ നിന്ന് പണം തട്ടിപ്പറിച്ച് മോഷ്ടിച്ചുകൊണ്ട് പോയത് അവനാണെന്നുള്ള കാര്യവും രേവതിയോട് തുറന്നു പറഞ്ഞാലോ? വേണ്ട, അത് പറഞ്ഞാൽ അത് ശരിയാവില്ല. അവളുടെ മനസ്സ് ഒന്നുകൂടി വിഷമിക്കും. പിന്നെ ഹോസ്പിറ്റലിൽ പോയി അവനുമായിട്ട് ബഹളം ഉണ്ടാക്കും. പിന്നെ അവളുടെ അമ്മയും അനിയത്തിയും ഒക്കെ വിഷമിക്കും. അമ്മയ്ക്ക് അവളോടുള്ള മതിപ്പും പോവും. കാരണം അല്ലെങ്കിൽ തന്നെ രേവതിയെ അമ്മയ്ക്ക് കാണരുത്. പണമുള്ള മറ്റു രണ്ട് മരുമക്കളെ നോക്കുന്ന പോലൊന്നും അല്ല അമ്മ രേവതിയെ നോക്കുന്നത്. അമ്മയ്ക്ക് രേവതിയോട് ദേഷ്യമാണ്. ഒരു വേലക്കാരിയെ പോലെയാണ് അവൾ ഇവിടെ കിടന്ന് പണി ചെയ്യുന്നത്. അവളെ അമ്മ അങ്ങനെയാണ് കാണുന്നതും. പണമില്ലാത്തത് കൊണ്ടാണ് അവളെ അങ്ങനെ കാണുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ അവളുടെ അനിയനാണ് അമ്മയുടെ കയ്യിൽ നിന്ന് ആ പണം തട്ടിപ്പറിച്ചുകൊണ്ട് പോയതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവളെ പിന്നെ ഈ വീട്ടിൽ കയറ്റുമോ? പിന്നെ എന്ത് വിലയാണ് അവൾക്ക് ഈ വീട്ടിലുണ്ടാവുക?
ശ്രുതിക്കും അതുപോലെ തന്നെ വർഷയ്ക്കുമൊക്കെ ഉണ്ടാകുന്ന ഒരു വില അതിപ്പോൾ തന്നെ രേവതിക്കില്ല. ഇനി അവളെ ഒന്നുകൂടി അമ്മ അമർത്താനല്ലേ ശ്രമിക്കുകയുള്ളൂ. അതുകൊണ്ട് അത് പറയണ്ട, ഇത് രഹസ്യമായിട്ട് തന്നെ ഇരിക്കട്ടെ. പിന്നെ എന്തെങ്കിലും അവളോട് വെളിപ്പെടുത്താം. അമ്മ തൽക്കാലം ഇതൊന്നും അറിയണ്ട എന്നിങ്ങനെ വിചാരിക്കാണ്. അതേസമയം വെളിയിൽ ഇറങ്ങുമ്പോഴേക്കും രവി അവിടെ നിൽക്കുകയാണ് കേട്ടോ. രവി സൂക്ഷിച്ചൊന്ന് നോക്കുന്നുണ്ട് സച്ചിയെ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എടാ എന്താടാ കാര്യം? നീ വെറുതെ ഒന്നും അവൻ്റെ കൈ ഒടിക്കില്ലെന്ന് എനിക്കറിയാം. എന്തിനാ നീ അത് ചെയ്തത്? നീ രേവതിയെ ഓർത്തില്ലല്ലോ അത് ചെയ്തപ്പം. ഇപ്പം എല്ലാവരും തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അവൻ എന്ത് ചെയ്തിട്ടാണെന്ന് നീ പറയുന്നുമില്ല. നീ നിന്റെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ നിനക്ക് ആ സത്യം തുറന്നു പറഞ്ഞൂടെ? എല്ലാ പ്രശ്നങ്ങളും അവിടെ അവസാനിക്കില്ലേ? അപ്പോൾ സച്ചി ഇങ്ങനെ ആലോചിക്കുകയാണ്, അച്ഛനോട് സത്യം പറഞ്ഞാലോ? പക്ഷേ അച്ഛനോട് പറഞ്ഞാൽ അച്ഛൻ അമ്മയോടത് പറയുമോ? ഇല്ല. അച്ഛൻ അമ്മയുടെ സ്വഭാവം നന്നായിട്ടറിയാം. അതുകൊണ്ട് ആ കാര്യം അമ്മയോട് പറയാൻ പോകുന്നില്ല. രേവതിയോടും പറയേണ്ടെന്ന് പറയാം. എൻ്റെ മനസ്സിനൊരാശ്വാസം കിട്ടുമല്ലോ. ഇങ്ങനെ 4 വശത്തുനിന്നും എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുമ്പം അതിലെന്തെങ്കിലും കാര്യമുണ്ടെന്ന് അച്ഛനോടെങ്കിലും പറയാം എന്ന് പറഞ്ഞിട്ട് രവിയുടെ അടുത്ത് ചെന്ന് നിൽക്കുകയാണ് കേട്ടോ സച്ചി. എന്നിട്ട് ചുറ്റും നോക്കുന്നുണ്ട് ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന്. എന്നിട്ട് ഈ വിവരമൊന്ന് അച്ഛനോട് പറഞ്ഞാലോ എന്ന് ആലോചിക്കുകയാണ് സച്ചി. എന്നിട്ട് പറയുന്നുണ്ട്, അച്ഛാ, അങ്ങനെ ഒരു കാര്യമില്ലാതെയല്ല ഞാൻ ശരത്തിനെ തല്ലിയത്. ഞാനങ്ങനെ വെറുതെ അവൻ്റെ കൈ പിടിച്ചൊടിക്കുമെന്ന് അച്ഛന് തോന്നുന്നുണ്ടോ? കൈ ഒടിക്കണമെന്ന് വെച്ച് ഞാൻ ചെയ്തതല്ല. പക്ഷേ അവനൊരു തെറ്റ് ചെയ്തപ്പം അതിൻ്റെ ഫലമായിട്ടുണ്ടായ ഒരു പിടുത്തത്തിൽ ആ കൈ ഒടിഞ്ഞു പോയതാ. അല്ലാതെ അവൻ ബൈക്കിൽ നിന്ന് വീണതൊന്നുമല്ല. അവനും അറിയാം അവൻ ചെയ്തത് തെറ്റാണെന്ന്. അവൻ ആ സത്യം വെളിപ്പെടുത്തിയിട്ടുമില്ല എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് സച്ചി ഫോൺ എടുക്കുകയാണ്. അപ്പോൾ രവി ചോദിക്കുന്നുണ്ട്, എന്താടാ കാര്യം? നീ പറ, എന്താ സംഭവിച്ചതെന്ന് നീ പറ എന്ന് പറയുമ്പം സച്ചി ആ ഫോൺ അങ്ങ് എടുക്കുകയാണ് കേട്ടോ രവിയെ കാണിക്കാൻ. അതേസമയം നമ്മുടെ രേവതി എന്തൊക്കെയോ അച്ഛനോട് പറയുന്നത് കേട്ട് ശ്രദ്ധിച്ച് നിൽക്കുകയാണ്. എന്തോ കാര്യമുണ്ടല്ലോ, സച്ചിയേട്ടൻ എന്തോ പറയുന്നുണ്ട്, ശരത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യമായിരിക്കും എന്ന് പറയാണ്. അങ്ങനെ അവിടെ നിന്ന് ശ്രദ്ധിച്ച് നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ രേവതി. അപ്പോഴേക്കും തന്നെ സച്ചി ഇത് കാണുക. സച്ചി അത് അവിടെ നിർത്തിയിട്ട് പറയുകയാണ്, ഒന്നുമില്ല, ഞാൻ വെറുതെ പറഞ്ഞാന്നേ, എനിക്ക് ദേഷ്യം വന്നപ്പോൾ ഞാനത് ചെയ്തു പോയതാ, തെറ്റായിപ്പോയി, ഇനിയിപ്പോൾ ആരോട് മാപ്പ് പറയേണ്ടത് എന്നൊക്കെ ചോദിച്ചിട്ട് അവിടുന്ന് ആ ഫോണും എടുത്തിട്ട് പോവാം. എന്നിട്ട് അകത്ത് ചെന്ന് ആ ഫോൺ എടുത്തിട്ട് ആൻ്റണിയുടെ ഫോട്ടോ ഇങ്ങനെ നോക്കിയിട്ട് പറയാണ്, എടാ ആൻ്റണി, എൻ്റെ കുടുംബത്തിൽ കയറിയാ നീ കളിക്കുന്നത്. നീ എൻ്റെ കുടുംബം തകർക്കാൻ ശ്രമിക്കുന്നവനാ. നിന്നെ ഞാൻ വെറുതെ വിടുമെന്ന് ഓർക്കൊന്നും വേണ്ട കേട്ടോ എന്നിങ്ങനെ പറയാണ്. എന്നിട്ട് അവിടെ ഇങ്ങനെ ഫോൺ വെച്ചിട്ട് പോവുക. അപ്പോഴേക്കും ഇതും കാണുന്നുണ്ട് നമ്മുടെ രേവതി. എന്തായിരിക്കും സച്ചിയേട്ടൻ ഫോൺ എടുത്ത് നോക്കിയിട്ട് ഈ പറഞ്ഞിട്ടുണ്ടാവുക? കുടുംബം തകർക്കരുതെന്നൊക്കെ പറയുന്നത് കേട്ടല്ലോ. എന്തായിരിക്കും എന്ന് ഒന്ന് നോക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് സച്ചിയുടെ ഫോൺ എടുക്കുകയാണ് കേട്ടോ രേവതി. പോയിട്ട് എടുക്കുമ്പോഴേക്കും അത് ലോക്കൊക്കെ അഴിച്ച് ഇങ്ങനെ എടുക്കാൻ നോക്കുമ്പോൾ സച്ചി കാണുക. പെട്ടെന്ന് സച്ചി വന്നിട്ട്, എന്താ നീ എടുത്തത്? എന്തിനാ നീ എൻ്റെ ഫോൺ എടുത്തത്? നീ എന്ത് പരിശോധിക്കാനാ? ഞാൻ എന്തിനാ നിൻ്റെ അനിയനെ തല്ലിയെന്നുള്ള കാര്യം അറിയാനാണോ നീ ഫോൺ എടുത്തത് എന്ന് ചോദിക്കുമ്പോൾ രേവതി പറയാ, എന്താ ഞാൻ നിങ്ങളുടെ ഫോൺ എടുത്തത്? എന്താ, നിങ്ങളുടെ ഭാര്യയല്ലേ ഞാൻ. ഇതിനു മുമ്പും ഞാൻ നിങ്ങളുടെ ഫോൺ എടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ സച്ചി പറയാണ്, അതൊക്കെ എടുത്തിട്ടുണ്ട്, പക്ഷേ ഇപ്പം നീ എൻ്റെ ഫോൺ എടുക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ആ ഫോൺ പിടിച്ചു വാങ്ങിയിട്ട് പോവുകയാണ് കേട്ടോ. അതേസമയം രേവതിയാണെങ്കിൽ സത്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, എന്തായിരിക്കും സച്ചി ചെയ്തതെന്നുള്ള കാര്യം. സച്ചി അവിശ്വസിക്കുകയൊക്കെയാണ് കേട്ടോ രേവതി. ഒരു കണക്കിന് പറഞ്ഞാൽ രേവതി വിശ്വസിക്കേണ്ടതാണ് സച്ചിയെ. കാരണം സച്ചി ഒരു കാര്യമില്ലാതെ അങ്ങനെ ചെയ്യില്ലെന്ന് വിശ്വസിക്കേണ്ടതാണ്. പക്ഷേ സ്വന്തം അനിയൻ്റെ കാര്യമൊക്കെ ആയപ്പോഴേക്കും ഇങ്ങനെ ചെയ്തപ്പം രേവതിയുടെ മനസ്സും അങ്ങ് മാറിപ്പോയിട്ടുണ്ട്. പക്ഷെ സത്യം അറിയാനായിട്ടൊക്കെ രേവതി നോക്കുകയാണ്. അതേസമയം സച്ചിൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ, ഈ രേവതിയോട് സത്യം പറഞ്ഞാലോ, പക്ഷേ അത് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ എല്ലാ വിവരങ്ങളും അറിഞ്ഞാലോ എന്നൊക്കെ ഓർത്തിട്ടാണ് കേട്ടോ രേവതിയോടും സച്ചി അത് മറച്ചു വെക്കുന്നത്. പക്ഷേ ഈ വിവരങ്ങളെല്ലാം രേവതിയോട് പറയുകയും പണമൊക്കെ തിരിച്ചു കൊണ്ട് കൊടുക്കാനൊക്കെ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, നഷ്ടപ്പെട്ട പണം ചന്ദ്രയ്ക്ക്. ആ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വരാം. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്